ഒരു ഗ്രാമത്തിന് പുറത്ത് ഒരു രാജകൊട്ടാരം ഉണ്ടായിരുന്നു. ഇപ്പോൾ ആ കൊട്ടാരം ഒരു തകർന്ന കൊട്ടാരമാണ്. അവിടെ ആരും തന്നെ പോകാറില്ല. ഒരു ദിവസം സോനു ചങ്ങാതി മോനുവുമായി ആ കൊട്ടാരം ചുറ്റിക്കാണാനായി പോയി. ഇവിടം മുഴുവനും ഭയങ്കരമാണല്ലോ. അതെ അതെ, ഹൊറർ ഫിലിമിൽ കാണിക്കുന്നത് പോലെയുണ്ട്. എനിക്ക് തോന്നുന്നു നമ്മൾ അകത്ത് പോകാൻ പാടില്ലെന്ന്. നീ ഒരു പേടിച്ചു തൂറിയ, ഒന്നും പറ്റില്ല. വാ, അകത്ത് എന്തുണ്ടെന്ന് നമുക്ക് നോക്കാം. നോക്ക്, ഞാൻ പറഞ്ഞില്ലേ ഇവിടെ വരുന്നത് ആപത്താണെന്ന്. വാ, നമുക്ക് പോകാം. അയ്യോ അല്ല അല്ല, അത് വവ്വാലാടാ. അത് നമ്മളെ ഒന്നും ചെയ്യില്ല. അതുമല്ലാതെ അതിനൊന്നും കാണാനും പറ്റില്ലടാ. ശബ്ദം കേട്ടാ അത് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ നമ്മൾ സംസാരിക്കാൻ പാടില്ലേ? വളരെ പതിയെ നമ്മൾ സംസാരിക്കണം. ഞാൻ വീട്ടിൽ പോകുക. എന്താ, നീ എന്താ പറഞ്ഞേ? ഇവൻ എന്താ ചെയ്യുന്നത്? എന്നോട് പതുക്കെ സംസാരിക്കാൻ പറഞ്ഞ് ഇവൻ അലയ്ക്കുന്നു. ആ അയ്യോ, ഞാൻ മറന്നുപോയി. ഇവിടെ നോക്ക്, ഒരു ആൻറ്റിക് കണ്ണാടി. ഇങ്ങനെ ഒരു കണ്ണാടി ഞാൻ ആദ്യമായിട്ടാ കാണുന്നത്. അമ്പർ ബമ്പർ ബമ്പർ താ, എന്നെ തൊടുന്നവർ അകത്തേക്ക് വാ. ഇതുപോലെ ആ കൊട്ടാരത്തിലുള്ള പ്രേതക്കണ്ണാടി അതിനെ ആര് തൊട്ടാലും അതവരെ അകത്തേക്ക് വലിക്കും. ഇക്കാര്യം കാറ്റുപോലെ എല്ലായിടത്തും പരന്നു. മുഴുവൻ ഗ്രാമവും പ്രേതക്കണ്ണാടിയെ ഓർത്ത് വിറച്ചു. ഇക്കാര്യം സോനുവിൻ്റെ ചേട്ടൻ വിക്രം അറിഞ്ഞു. അവനുടനെ ഗ്രാമത്തിലേക്കും വന്നു. ആ പ്രേതക്കണ്ണാടി നിന്റെ അനിയനെ അതിൻ്റെ ഉള്ളിലേക്കാക്കി. അവനെ ഇനി ആര് വെളിയിൽ കൊണ്ടുവരും? എനിക്കിപ്പോൾ ഒന്നും മനസ്സിലാകുന്നില്ല മോനെ. അമ്മേ, അമ്മ പേടിക്കണ്ട. സോനുവിനെ ആ പ്രേതത്തിന്റെ കയ്യിൽ നിന്ന് ഞാൻ കൊണ്ടുവരാം. നീ എങ്ങനെ കൊണ്ടുവരും? ആ പ്രേതക്കണ്ണാടി അത് നിന്നെയും ഉള്ളിലേക്കാക്കിയാൽ? എന്തെങ്കിലും ചെയ്യാം, അമ്മ വിഷമിക്കണ്ട. വെളിയിൽ പോ, ഇല്ലെങ്കിൽ ഈ പ്രേതക്കണ്ണാടി നിന്നെയും അതിനുള്ളിലാക്കും. എന്റെ കൂടപ്പിറപ്പില്ലാതെ ഞാൻ ഇവിടെ നിന്നും പോകില്ല. എന്നെ പേടിപ്പിക്കാനൊന്നും പറ്റില്ല. ഞാൻ പേടിപ്പിച്ചതല്ല, ഇതിന്റെ അപകടം ഞാൻ പറഞ്ഞതാണ്. അവൻ ആരാ? ഞാൻ എന്തിന് ഇങ്ങനെയൊക്കെ ചെയ്യണം? ഞാൻ ശപിക്കപ്പെട്ട ഒരു രാജകുമാരിയാണ്. നിങ്ങൾക്കിപ്പോൾ നിങ്ങളുടെ അനിയനെ രക്ഷിക്കണമെങ്കിൽ, അങ്ങനെയെങ്കിൽ നിങ്ങൾ ആദ്യം എന്നെ മോചിപ്പിക്കണം. അതിനു മുൻപ് ആരെങ്കിലും ആ കണ്ണാടിയിൽ പോയി തൊട്ടാൽ ഉറപ്പായും അതിനുള്ളിലാകും. എന്റെ കൂടപ്പിറപ്പിനോട് നീ എന്തുകൊണ്ട് പറഞ്ഞില്ല? അവനെ മാത്രം നീ എന്തിന് കണ്ണാടിക്കുള്ളിലാക്കി? ഇതൊക്കെ വിധി അനുസരിച്ചാണ് നടക്കുന്നത്. ഇതൊക്കെ നിങ്ങൾക്ക് വഴിയെ തന്നെ മനസ്സിലാകും. നീ എന്തൊക്കെയാ പറയുന്നത്? ആദ്യം നീ വെളിയിലേക്ക് വാ. നീ എന്തിനാ ഒളിച്ചിരുന്ന് സംസാരിക്കുന്നത്? ഞാൻ നിങ്ങളുടെ അടുത്ത് തന്നെയുണ്ട്, എന്നാൽ വേറെ ഒരു രൂപത്തിൽ. അതെന്തൊരു രൂപമാ? എനിക്ക് നിങ്ങളെ കാണാൻ പറ്റും, എന്നാൽ നിങ്ങൾക്ക് എന്നെ കാണാൻ പറ്റില്ല. ഇതിനെയാണ് ഞാൻ മറ്റൊരു രൂപത്തിൽ എന്ന് പറഞ്ഞത്. ഇങ്ങനെ പെറുപിറുക്കുന്നത് വിട്ടിട്ട് കണ്ണാടി എവിടെയുണ്ടെന്ന് പറ. എനിക്കത് പറയാൻ പറ്റില്ല. നിങ്ങൾക്ക് വലിയ ആപത്ത് കാത്തിരിക്കുന്നു. പറയണ്ട, ഞാൻ തന്നെ കണ്ടെത്താം. കിട്ടിപ്പോയി. അമ്പർ ബമ്പർ ബമ്പർ താ, ആരെന്നെ തൊട്ടാലും അകത്തേക്ക് വാ. ആ കണ്ണാടിയിൽ നിന്നും വിടൂ. രക്ഷപ്പെട്ടു. ഞാൻ പറഞ്ഞതല്ലേ നിങ്ങൾക്ക് ഇവിടം ആപത്താണെന്ന്. ഞാൻ എന്താണ് ചെയ്യേണ്ടത്? പറ. നിങ്ങൾ ആദ്യം എന്നെ ശാപത്തിൽ നിന്നും മോചിതയാക്കണം.
എന്നാൽ അത് എങ്ങനെ ചെയ്യണമെന്നും അതിനുള്ള വഴിയും നിങ്ങൾ തന്നെ കണ്ടെത്തണം. നിങ്ങൾ അങ്ങനെ ചെയ്താൽ നിങ്ങളുടെ അനിയനെ ആ പ്രേതക്കണ്ണാടിയിൽ നിന്നും ഞാൻ വെളിയിൽ കൊണ്ടുവരാം. അങ്ങനെയാണെങ്കിൽ എൻ്റെ കൂടപ്പിറപ്പിനെ നീയാണോ ഈ കണ്ണാടിയിൽ ഒളിപ്പിച്ചു വച്ചിരിക്കുന്നത്? ഞാനല്ല, ഈ കണ്ണാടിയാണ് അതിനുള്ളിലാക്കിയത്. ഞാൻ ഈ ശാപത്തിൽ നിന്നും എപ്പോൾ മോചിതയാകുന്നോ അതുവരെ ഈ കണ്ണാടിക്കുള്ളിൽ അകപ്പെട്ട ആരും തിരികെ വരില്ല. നിങ്ങളും നിങ്ങളുടെ അനിയനോടൊപ്പം ഭാവിയിൽ ഈ കണ്ണാടിക്കുള്ളിൽ പോയി ജീവൻ കളയാൻ പോകുന്നു. ഒരുപാട് പേരെ നിങ്ങൾ രക്ഷിക്കാൻ പോകുന്നു. എന്നാൽ എങ്ങനെ? നിന്നെ ഞാൻ എങ്ങനെ ശാപത്തിൽ നിന്ന് വിമോചിതയാക്കും? നിങ്ങൾ ശ്രമിച്ചു കഴിഞ്ഞാൽ എല്ലാം നിങ്ങൾക്ക് തന്നെ മനസ്സിലാകും. എന്തായി? നമ്മുടെ സോനു എവിടെ? അമ്മേ, ആ പഴയ കൊട്ടാരത്തെക്കുറിച്ച് അമ്മയ്ക്ക് അറിയാമോ? അവിടെ എന്തു പറ്റി? എന്തിനാ ചോദിച്ചത്? എന്താ കാര്യം? എന്നോടത് പറ. അമ്മേ, സോനു ആ പ്രേത കൊട്ടാരത്തിലാണ് അകപ്പെട്ടത്. ഞാൻ ആ കണ്ണാടിയെക്കുറിച്ചും ആ കൊട്ടാരത്തെക്കുറിച്ചും എപ്പോൾ മനസ്സിലാക്കുന്നു അപ്പോഴേ എനിക്ക് സോനുവിനെ രക്ഷിക്കാൻ പറ്റൂ. എനിക്കതിനെക്കുറിച്ചൊന്നും അറിയില്ല. എന്നാൽ നിന്റെ മുത്തശ്ശിക്ക് ഉറപ്പായിട്ടും അറിയാം. മുത്തശ്ശിക്ക് എന്തറിയാം? നീ നിന്റെ മുത്തശ്ശിയോട് തന്നെ അതിനെക്കുറിച്ച് ചോദിക്ക്. ആ പഴകിയ തകർന്ന കൊട്ടാരത്തെക്കുറിച്ച് അറിയാൻ വിക്രം മുത്തശ്ശിയുടെ വീട്ടിൽ പോയി. വിക്രമിന്റെ മുത്തശ്ശി ഇപ്പോൾ കൊച്ചുമകൻ നാരായണന്റെ വീട്ടിലാണ് ഉള്ളത്. മുത്തശ്ശി സുഖമാണോ? കണ്ടിട്ട് എങ്ങനെ തോന്നുന്നു? നിങ്ങളുടെ അച്ഛൻ പോയതിനു ശേഷം ഈ മുത്തശ്ശിയെ നിങ്ങളെല്ലാം മറന്നല്ലോടാ. അല്ല മുത്തശ്ശി, ചെയ്യുന്ന ജോലി അങ്ങനെ ആയതുകൊണ്ടാ. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ എന്തിനാ നീ വന്നത്? മുത്തശ്ശി, നമ്മുടെ നാട്ടിലുള്ള ആ പഴയ കൊട്ടാരത്തെക്കുറിച്ച് എനിക്ക് അറിയണം. ഇപ്പോൾ നീ ആ കൊട്ടാരത്തെക്കുറിച്ച് അറിഞ്ഞിട്ട് എന്ത് ചെയ്യാനാ? ആ കൊട്ടാരം ഒരു പ്രേത കൊട്ടാരമാ. നിന്റെ അച്ഛനോടും അതാണ് പ്രതികാരം ചെയ്തത്. ഇനി കൊച്ചുമകനെയും നഷ്ടപ്പെടുത്താൻ ഞാൻ തയ്യാറല്ല. അവിടെ പോകുന്നത് എല്ലാവർക്കും ആപത്താ. എനിക്ക് ആവശ്യമുണ്ട് മുത്തശ്ശി. സോനു ആ കൊട്ടാരത്തിൽ പോയി മാഞ്ഞു പോയതും ആ രാജകുമാരി പറഞ്ഞ എല്ലാ കാര്യങ്ങളും വിക്രം അവന്റെ മുത്തശ്ശിയോട് പറഞ്ഞു. ഇത് കേട്ട് മുത്തശ്ശി കരയാൻ തുടങ്ങി. എന്നാൽ അത്ഭുതം എന്തെന്നാൽ അവരിപ്പോൾ സന്തോഷത്തിലാണ്. മുത്തശ്ശി എന്തിനാ സന്തോഷിക്കുന്നത്? ആ കൊട്ടാരത്തെക്കുറിച്ചുള്ള എല്ലാ കഥകളും ഒരു ബുക്കിലുണ്ട് മോനെ. ആ പുസ്തകത്തിൽ വരും കാലത്തിൽ നടക്കാൻ പോകുന്ന എല്ലാ കാര്യങ്ങളും അവർ എഴുതി വച്ചിട്ടുണ്ട്. അവരതിൽ എഴുതി വച്ചിരുന്നു, ഒരു സുന്ദരനായ പയ്യൻ ആ പ്രേത കണ്ണാടിയിൽ അകപ്പെട്ട തൻ്റെ അനിയനെ രക്ഷിക്കാൻ ഉറപ്പായും കൊട്ടാരത്തിൽ വരുമെന്ന്. അതുപോലെ അതേ പയ്യൻ തന്നെയാണ് ശാപത്തിലുള്ള രാജകുമാരിയെ ശാപത്തിൽ നിന്ന് മുക്തി കൊടുക്കാൻ പോകുന്നത്. ഞാനിപ്പോൾ അതോർത്താണ് സന്തോഷപ്പെട്ടത്. ആ സുന്ദരനായ പയ്യൻ അത് നീ ആയതുകൊണ്ടാണ്. എന്താ ആ പയ്യൻ ഞാനാണോ? ഈ പുസ്തകം നീ നന്നായി വായിക്ക്. ആ കൊട്ടാരത്തെ സംബന്ധിച്ച് ഒരുപാട് കാര്യങ്ങൾ ഈ പുസ്തകത്തിലുണ്ട്. എന്നാൽ ഈ പുസ്തകം എല്ലാവരെക്കാളും നിനക്കാണ് ആവശ്യം. ഇത് നീ വളരെ ശ്രദ്ധിച്ചു തന്നെ വായിക്കണം. വിക്രം രാത്രിയിരുന്ന് ആ പുസ്തകം വായിച്ചു. അപ്പോൾ രാജകുമാരിയുടെ ശാപത്തെക്കുറിച്ചുള്ള ഭാഗം വന്നപ്പോൾ അവൻ സാവധാനമായി എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി അവൻ വായിച്ചു. ഒരു വലിയ ഗുരുവിനെ നീ അപമാനിച്ചു. അതിനാൽ എനിക്ക് ദേഷ്യം വന്നിരിക്കുന്നു. ഞാൻ നിനക്കൊരു ശാപം നൽകുന്നു. നീ ഇനിയൊരു കണ്ണാടിക്കുള്ളിൽ തന്നെ അകപ്പെട്ടു പോകും. എന്നാൽ അതിനോടൊപ്പം നിന്റെ സ്നേഹവും പ്രേമവും എല്ലാം എനിക്ക് വളരെ ഇഷ്ടമായി. ചോദിക്ക്, നിനക്ക് എന്തു വേണം? ഒരു പെണ്ണിനെ സ്നേഹിക്കുന്ന പുരുഷനെ അല്ലാതെ വേറെ ആരെയും വേണ്ട. തഥാസ്തു. ഞാൻ നിനക്ക് വേണ്ടി മാത്രമാണ് വീണ്ടും ഈ മനുഷ്യരൂപത്തിൽ വരുന്നത്. എന്നാൽ ഞാൻ നിങ്ങളെ എങ്ങനെ കണ്ടെത്തും? ഈ കണ്ണാടിക്കുള്ളിൽ എൻ്റെ അനുജൻ ഉറപ്പായും അകപ്പെടും. അവനെ ഞാൻ ഉറപ്പായും അന്വേഷിച്ചു വരും. അവനാണ് ഞാൻ. അപ്പോൾ നിനക്ക് നൽകിയ ശാപവും ഒരു വരദാനമായി മാറും. നിങ്ങൾ വന്നോ? ഞാൻ നിങ്ങൾക്ക് വേണ്ടിയാണ് കാത്തിരുന്നത്. നിങ്ങൾക്ക് മനസ്സിലായോ എന്നെ എങ്ങനെ ശാപത്തിൽ നിന്ന് മോചിപ്പിക്കാമെന്ന്? ദൈവമേ,
നീ കരുണയുള്ളവനാണ്. ഇപ്പോൾ എനിക്ക് മനസ്സിലായി ചെറുപ്പകാലം മുതൽ എനിക്ക് സംഭവിക്കുന്നതിൻ്റെ എല്ലാം അർത്ഥം. അവസാനം ഞാൻ എന്താണോ ചെയ്യേണ്ടത് ആ സമയം വന്നു. ഞാൻ എന്ത് ചെയ്യണമെന്ന് താങ്കൾ തന്നെ കാണിച്ചു തന്നു. ഉറക്കത്തിൽ പോലും എൻ്റെ മനസ്സ് ചോദിച്ചുകൊണ്ടിരിക്കും. എല്ലാം വളരെ വിചിത്രമായിരിക്കും. ഇന്ന് ഞാൻ ഉറപ്പായും യുഗങ്ങളായി പിരിഞ്ഞിരുന്ന എൻ്റെ പ്രേമം സഫലീകരിക്കും. മുൻപിൽ വരൂ രാജകുമാരി വസുന്ധര, നിന്റെ പ്രണയിതാവ് നിന്നെ വിളിക്കുന്നു. മുൻപിൽ വരൂ, നിന്റെ ശാപം ഞാൻ അകറ്റാം. എൻ്റെ മുഴുവൻ ജീവിതവും ഞാൻ നിന്നോടൊപ്പം തന്നെ ജീവിക്കണം, അതാണ് എൻ്റെ ആഗ്രഹം. നിന്നെ കൊട്ടാരത്തിൽ വെച്ച് നോക്കാനുള്ള അർഹത എനിക്കില്ല. നിന്റെ കൂടെ താമസിക്കുന്ന സ്ഥലമാണ് എൻ്റെ കൊട്ടാരം. നിന്റെ ഒപ്പം ജീവിക്കാനായി ഞാൻ പല വർഷങ്ങളായി കാത്തിരിക്കുന്നു. എൻ്റെ അനിയനെ ഈ കണ്ണാടിയിൽ നിന്നും വെളിയിൽ കൊണ്ടുവരണം. തീർച്ചയായും. നിങ്ങൾക്ക് വേണ്ടി ഈ കണ്ണാടിയിൽ മറ്റൊരു നല്ല വാർത്തയും കാത്തിരിക്കുന്നു. എൻ്റെ സോനുവാണ് എൻ്റെ സന്തോഷം. അവിടെ ശരിക്കും നോക്കൂ. അച്ഛൻ ഇവിടെയുണ്ടോ? താങ്കളെ ഞങ്ങൾ എവിടെയൊക്കെ അന്വേഷിച്ചു. അന്വേഷിച്ചാൽ എങ്ങനെ കിട്ടാനാ? ഈ കണ്ണാടിക്കുള്ളിലാണ് ഞാൻ വർഷക്കണക്കിന് അകപ്പെട്ട് കിടന്നിരുന്നത്. എന്നാൽ നീ എങ്ങനെ മനസ്സിലാക്കി ഞാൻ ഇവിടെയുണ്ടെന്നുള്ളത്? ചേട്ടാ, ചേട്ടൻ വന്നില്ലായിരുന്നെങ്കിൽ എൻ്റെ അവസ്ഥ എന്തായേനെ? ഞാൻ ഉറപ്പായും വരും. നിനക്ക് ഇവിടെ ഇരിക്കണമെന്ന് വിധിയുണ്ടായിരുന്നു. എല്ലാം ദൈവത്തിൻ്റെ കരുണയാണ്.